റോബോട്ട് വിരിക്കാനോ സീറോ പോയിന്റ് ഇട്ട് റോബോട്ട് വിരിച്ചത്. വീഡിയോ മാജിക് ഷോയിലേക്ക് ഏതൊക്കെ ഇന്ന് കേരളീയ സമൂഹം ഭയപ്പാടോട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗം. ബാല്യം, കൗമാരം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ്. നാളെയുടെ പ്രതീക്ഷയായ വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ലഹരി മാഫിയ ബലം വിശേഷിക്കുന്നത്. നഗരങ്ങളെ മാത്രം ലഭ്യമാക്കിയിരുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമാണ്. നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഈ വിപത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് 2025 ജാതിശ്രേഷ്ഠ ദേശീയ പുരസ്കാര ജേതാവിൽ കൂടിയായിട്ടുള്ള മാന്ത്രികൻ രാജീവ് വേണു തുടങ്ങുന്ന അപകടകരങ്ങളിൽ നിന്ന് മാജിക് ഷോ ഇവിടെ വേദികളിൽ നിങ്ങളുടെ കാഴ്ചയും ശ്രദ്ധയും എന്റെ വഴിയിലേക്ക് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ഈ പ്രൗഢ ഗംഭീരമായ ഈ കോളേജിൽ വെച്ച്
നിങ്ങളുടെ മുമ്പാകെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക്കിന് അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുന്നു. ഈ പ്രോഗ്രാമിന് അവസരം നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഊഷ്മളമായ നന്ദി. തുടങ്ങാം. ആരും നല്ല ലഹരിയുടെ ഉപഭോക്താവായി അവാർഡ് മേടിക്കണമെന്ന് കരുതിയല്ല ലഹരിയുടെ ലോകത്തേക്ക് എത്തപ്പെടുന്നത്. ഒരാൾ നല്ല ലഹരിക്ക് അടിമപ്പെട്ടാൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ പ്രേരണ കാരണം, സുഹൃത്തുക്കളുടെ പ്രേരണ കാരണം, സിനിമയിലെയും സീരിയലുകളിലെയും രംഗങ്ങൾ കണ്ട് അത് അനുകരിക്കുവാനുള്ള ഒരു വാസനയിൽ നിന്നാണ് തുടക്കം പലപ്പോഴും. പണ്ടൊക്കെ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഉപയോഗിച്ച ലഹരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിയ പുകവലിയായിരുന്നു. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, അച്ഛൻ, കാർന്നോർ, ഉപ്പ, അങ്ങനെയുള്ള അമ്മാവന്മാരൊക്കെ വലിക്കാരാണെങ്കിൽ, പുകവലിക്കാരാണെങ്കിൽ അവര് എപ്പോൾ ലഗാനവുമില്ലാതെ വലിച്ച് മുറ്റത്തേക്ക് അതിനെ കുറ്റി എറിയും. ഇത് മറ്റുള്ള ആളുകൾ കാണാതെ ഈ വെളുത്ത പുക മേലോട്ട് പോകുമ്പോൾ എന്താണ് അതിന്റെ രസം എന്നറിയാൻ വേണ്ടി മൂപ്പർ അങ്ങോട്ട് പോയ സമയം നോക്കി ഒന്ന് വലി, പിന്നെ വീട്ടിന്റെ പിന്നാമ്പുറത്ത് പോയി കുറ്റി സിഗരറ്റ് വലിച്ചു. പിന്നെ അത് അരക്കഷ്ണമായി, പിന്നെ ഒന്നായി, പിന്നെ അതിലോട്ട് പാക്കറ്റിലേക്ക് പോകും. പുകവലിക്ക് ഇവിടെ നിങ്ങളുടെ വകെ ഒരു ജാറിലകപ്പെട്ടിരിക്കുന്ന ഒരു ശ്വാസകോശത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ഒരു ചിത്രമാണിത്. നിരവധി സിഗരറ്റ് കുറ്റികൾക്കിടയിൽ വീർപ്പുമുട്ടുന്ന ഒരു ശ്വാസകോശമാണ്. ശ്വാസകോശം എന്തുപോലെയാണ്? വായു വലിച്ചെടുക്കുവാനായി രൂപപ്പെടുത്തിയിട്ടുള്ള അവയവമാണ് ശ്വാസകോശം. അതിന് ആളുകൾ വീഡിയോയുടെയും കഞ്ചാവിന്റെയും സിഗരറ്റിന്റെയും ഒക്കെ പുക വലിച്ചുകൊണ്ട് ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശം ഏതാണ്ട് ഇതുപ്രകാരമായിരിക്കും. കൈയും ചാരവുമാണ് പിടിഞ്ഞാൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, വായു വലിച്ചെടുക്കുവാനായി രൂപപ്പെടുത്തിയ ഈ അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശം പണിമുടക്കിയാൽ ഉണ്ടാകുന്ന ഒരു വലിയ രോഗമുണ്ട്. ആ രോഗത്തിന്റെ പേരാണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഇത് പുകവലിക്കാർക്കാണ്. ഒരു നേരത്തെ ശ്വാസത്തിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് COPD വന്നാൽ. ആസ്മ, ക്ഷയം, അലർജി അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് പുകവലി കാരണമാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ തിരഞ്ഞെടുക്കൂ, പുകവലി ഉപേക്ഷിക്കൂ എന്നാണ് പറയുവാനുള്ളത്. എങ്കിൽ എങ്ങനെയാണ് തുടക്കം? പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുറ്റി സിഗരറ്റിൽ നിന്ന് 1, 2, 3 പിന്നെ മറ്റ് ലഹരിയിലേക്ക് പോകുമ്പോൾ ഒരു സ്പെഷ്യൽ മാജിക്. അല്ലെങ്കിൽ ഒരു പെഗ്ഗിൽ നിന്ന് 2 പെഗ്, മൂന്നിലേക്കും കുപ്പികളിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോ കട്ടൻ ചായ കഴിക്കുമ്പോഴുള്ള ഫലമെന്തുണ്ട്, ഫൽഗുണ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കട്ടൻ ചായയല്ല, ഇതാണ് മദ്യം. നിങ്ങൾ കേട്ടിട്ടില്ല. നടപ്പിച്ചൊഴിവില്ലേ? അതാ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. പണ്ട് പണ്ട് മദ്യം കഴിക്കുന്നതിന് ഒരു അന്തസ്സൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് 40-45 വയസ്സുള്ള ആളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിയോടെ ടെൻഷനൊക്കെ മാറി സന്ധ്യാ
സന്ധ്യാസമയത്ത് കള്ള് ഷാപ്പിൽ പോയി ഒരു കുപ്പി കള്ള് കുടിച്ച് ഒരു നാടൻ പാട്ടൊക്കെ പാടി ഉഷാറായി വരുന്നതായിരുന്നു പണ്ടത്തെ മദ്യപാനമെങ്കിൽ. കാലം മാറി, കഥ മാറി. ഇന്ന് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പ്രായപരിധി 30, 25, 15ലേക്ക് 14, 13 കുറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മദ്യം ഹറാമാണ്, മദ്യം പിശാചാണ്, മദ്യം ചെകുത്താനാണ് എന്നൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. മദ്യം കുടിക്കരുത്, കഴിക്കരുത്, ചെത്തരുത് എന്ന് നമ്മുടെ നായകനായ ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇന്ന് യുവാക്കളുടെ മദ്യാസക്തി വലിയ തോതിൽ വർദ്ധിക്കുന്നു. പണ്ട് ബീവറേജ് കോർപ്പറേഷൻ തുടങ്ങിയ കാലത്ത് ഒരു ഓണത്തിന് കണക്കെടുത്ത് 50 കോടിയുടെ മദ്യമായിരുന്നു കുടിച്ചത്. മാതൃഭൂമി മനോരമയൊക്കെ എത്തി 50 കോടിയുടെ മദ്യം ആഘോഷിച്ചു നമ്മുടെ നാട്ടുകാർ. പക്ഷേ പിറ്റത്തെ വിഷുവിന് 75, പിറ്റത്തെ ക്രിസ്മസിന് 100 കോടി, 200, 300, 400 കോടി, ഇങ്ങനെ കോടികളുടെ വർധനമാണ്. ഇതൊക്കെ കുടിച്ച് തീർക്കുന്ന ആരാണ്? പ്രായമുള്ളവരാണോ? അല്ല, ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മദ്യം വിഷമാണ്. ആരെങ്കിലും ഒരാൾ 100 രൂപ അങ്ങോട്ട് അല്ലെങ്കിൽ 500 രൂപ അങ്ങോട്ട് തിരിച്ചു 100, 500. ഡ്യൂപ്ലിക്കേറ്റ് നോട്ടല്ലേ? ഡ്യൂപ്ലിക്കേറ്റ്. Yes. ഷഹിബി എനിക്കൊരു 500 രൂപ സമ്മാനമായി തന്നിട്ടാണ്. അത് അല്പം മുഷിയിട്ടുണ്ട്. ഈ പോക്കറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മുഷിയും. ഞാൻ ഇതിനെ ഒന്ന് വൃത്തിയാക്കി തരാൻ പോവുകയാണ്. ദേശം ഒന്ന് ഭംഗിയാക്കി തരാൻ പോവുകയാണ്.
500 രൂപ നോട്ടായിരുന്നു. 500 രൂപ നോട്ടിന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പോടുകൂടിയ സമയത്ത് ഗാന്ധിജിയുടെ ചിത്രം ആലേഖനം ചെയ്ത ആ നോട്ടിന് വിലയുണ്ടായിരുന്നു. ഇപ്പം ഇത് കടലാസ് കഷ്ണമായി മാറി ഇതിന് വിലയില്ല. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാം പളുക്ക് പോലത്തെ മക്കളാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിലയുണ്ട്, നല്ല മൂല്യമുണ്ട്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ഇതുപോലെ കടലാസ് കഷ്ണം പോലെ. കൂട്ടുകാർ പറയും കുഴപ്പമില്ല, കഴിച്ചോ. ഞാൻ കഴിക്കാറുണ്ട്, ചേട്ടൻ കഴിക്കാറുണ്ട്, കഴിക്കും, കുഴപ്പമില്ല. ഒന്നല്ലേ പ്രാവശ്യമല്ലേ കുത്തി വെക്കുന്നു, കുഴപ്പമില്ല, ചെറിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രലോഭിപ്പിച്ച് നമ്മൾ അതിലകപ്പെട്ട് കഴിഞ്ഞാൽ നാളെ വലിയ നിലയ്ക്ക് എത്തേണ്ട ഒരുപാട് പൈലറ്റുമാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ അവരുടെ ആളുകളുണ്ട്. നല്ല പത്രപ്രവർത്തകന്മാരൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ ആകേണ്ട ആളുകളെ ഒന്നുമല്ലാതായിപ്പോ. അതുകൊണ്ട് ലഹരിയോട് നോ പറയണം. നോ പറഞ്ഞാൽ ജീവിതം തിരികെ കിട്ടും. നോക്കൂ, ജീവിതം തിരികെ വരുന്നത് പ്രേരിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നാളത്തെ ജീവിതം ഒന്നുമല്ലാതായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായി ഒരു സ്പെഷ്യൽ മാജിക് ആണ്. അപ്പൊ അധ്യാപിക്ക് വേണ്ടി ഒരാൾ നമ്മുടെ ആ സമൂഹം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് 50 കോടിയുടെ കച്ചവടം നടത്തും മാധ്യമവും പത്രങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. ഇന്ന് 500 കോടിയായിട്ട് നമുക്കൊരു വലിയ അത്ഭുതമൊന്നുമില്ല. 500 കോടിയൊക്കെയാണ് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ആളുകൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ലഹരി ഇല്ലാതായാൽ സമ്പത്ത് പോകും, ആരോഗ്യം കൂടും, ഐശ്വര്യം കൂടും. ആരോഗ്യകരണം, ഐശ്വര്യകരമാകാം. ലഹരിയില്ലാതാവുമ്പോൾ അവിടെ സമ്പത്ത് കൂടും. പൈസ കൊണ്ട് തന്നേക്ക്. നമ്മൾ പുകവലിക്കാരാണെങ്കിൽ ഒരു സിഗരറ്റിന് ഏകദേശം 80 രൂപ. കുറച്ച് പൈസ ഇങ്ങോട്ട് തന്നേക്ക്. ഇങ്ങോട്ട് പൈസ തരാൻ അത്യാവശ്യം ഉണ്ട്, കുറച്ച് ചിലവ് കൊടുക്കാണ്ട്. 2400 അങ്ങനെ ഒരു വർഷത്തേക്കാവുമ്പോൾ 24,000-19,000 രൂപയോ ഒരു 5 വർഷം കൊണ്ട് ഒരു മാറ്റിക്കാരെടുക്കുന്ന പൈസ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കും. ഒപ്പം 2 ബാങ്കും കൂടി കഴിക്കുന്ന ആളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, മാറ്റിക്കാരന് പകരം ഇന്നോവക്കാരെടുക്കാനുള്ള പൈസയെങ്കിലും ലഹരിക്ക് വേണ്ടി ആളുകൾ ചെലവഴിക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാഡീവ്യൂഹത്തെ ഞരമ്പുകളൊക്കെ നമ്മുടെ ഉത്തേജന ശേഷിയെ സ്പർശനശേഷിയെ ഒക്കെ തന്നെ ബാധിക്കും, പല്ലുകളെ ബാധിക്കും. അതുകൊണ്ട് പറയണം. താങ്ക് യു കാവ്യ.
ശ്വാസതടസ്സം, പെരിഫറൽ ന്യൂറോപ്പതി, കൈകാലുകൾ മരവിപ്പ്, തളർച്ചയൊക്കെ അനുഭവപ്പെടും. പുകവലി ശ്വാസകോശത്തെയാണ് ബാധിക്കുക. പുകവലി കാരണം ഒരുപാട് രോഗങ്ങളുണ്ടാവും. നിക്കോട്ടിൻ പോയിസൺ, ഒരു പുകയിലയിൽ ഏകദേശം 4000-ൽ പരം രാസവസ്തുക്കളുണ്ട്. അതിൽ നിക്കോട്ടിൻ ഉൾപ്പെടെയുള്ളവ അർബുദകാരിയാണ്, ക്യാൻസർകാരിയാണ്. അതുകൊണ്ട് പുകവലിക്ക് വലിയ വില കൊടുക്കണം, എല്ലാ ലഹരിക്കും വില കൊടുക്കണം. എങ്കിൽ അടുത്ത മാജിക് വാച്ച്. മൂർച്ചയേറിയ ശൂലം എന്ന നാട്ടിലേക്ക് കുത്തിയെടുക്കുന്ന ഭീകരമായ സാഹസികമായ ഒരു പദം. മാജിക്കിന് കർച്ചീഫ് ടൗമ്പോലി കഴിയുന്നില്ല. ഒരു മാജിക് പഠിക്കാൻ നല്ല താല്പര്യമുള്ള വേഗത്തിൽ മാജിക് നല്ലൊരു സ്പെഷ്യൽ മാജിക്കുകൾ പഠിക്കാൻ പറ്റും. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മാജിക്കാണ്. മാജിക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഈ മാജിക്കിന്റെ പേര് ഡു ആസ് ഐ ഡു. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ താങ്കളും ചെയ്യണം. മന്ത്രത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ലേ? കുഴപ്പമില്ല മന്ത്രത്തില്. പക്ഷെ മാജിക്കിന്റെ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പേരാണ് ഹോക്കസ് പോക്കസ്. എന്താണ്? അപ്പോൾ ടവലാണല്ലേ? സംതിങ് സ്പെഷ്യൽ ഒന്നുമില്ല ഈ ടവലില്. സ്പെഷ്യൽ ഒന്നും ആരെങ്കിലും കൂട്ടുകാരെ സമ്മാനിച്ച ടവലൊന്നുമല്ലോ. അല്ല, കുഴപ്പമില്ല. അപ്പോ ടവൽ ഇതുപോലെ പിടിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. മന്ത്രം ഫോക്കസ് ഫോക്കസ് എന്നാണ് മാജിക്കിലാണ്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഓക്കെ, രണ്ടാം ഭാഗവും ശരിയാണ്. എന്റെ കയ്യിൽ ഒരു കത്രികയുണ്ട്. മാജിക്കിലെ മന്ത്രം ഓർമ്മയുണ്ടല്ലോ. ഫോക്കസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്യും. അതുപോലെ വേണം കട്ട് ചെയ്യണം. ആദ്യം കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ,
quoi? Quoi? Quand ils ont ഇനിയാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഞാൻ മന്ത്രം മനസ്സിൽ ചൊല്ലുന്നു, താങ്കൾ മനസ്സിൽ ചൊല്ലുക. ടവലിന്റെ താഴെ കൂടെ പിടിക്കുക. ടോപ്പിലെ പോർഷൻ ഞാൻ 1 2 3 പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ടോപ്പിലെ പോർഷൻ 1 2 3 വിടണം. എന്നിട്ട് 1 2 3. പ്രിയപ്പെട്ടവരെ, ഈ മാജിക്കിൽ പറയുന്നു അനുകരണം ആപത്താണ്. ഞാൻ 10 വർഷമായി ഈ മാജിക് ഫീൽഡിൽ സജീവമായി ഞാൻ കണ്ടിട്ട് അതൊക്കെ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ പടുവഴിയിൽ വീഴും. നമ്മുടെ ചേട്ടന്മാർ ചേച്ചിമാർ ലഹരിക്ക് അനുഭവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കണ്ട് അനുകരിച്ചാൽ നമ്മൾ ഇതുപോലെയായിരിക്കും. പാടില്ല. ലഹരിയുടെ പേരൊന്നും അല്ലെങ്കിൽ പറയേണ്ടതെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയുക. എന്നാലും ഒന്നത്തെ പേരുകൾ പറയാതെ മുന്നോട്ട് പോകാൻ വിഷമമായതുകൊണ്ട്. കാരണം നമുക്കറിയാം, ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സുകൾ, രാസലഹരികൾ അനുദിനം കൂടിക്കൂടി വരികയാണ്. രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം MDMA എന്ന് പറയുന്ന സാധനം, MDMA എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പേര് നോക്കി അന്വേഷിച്ച് പോകട്ടെ കേട്ടോ, ജസ്റ്റ് പേര് പറഞ്ഞു പോകാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 4-5 ദിവസം ത്രില്ലിംഗായിരിക്കും, ലോകം കീഴടക്കിയ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുക. എന്തും നല്ല സന്തോഷമായിരിക്കും. പിന്നെ 3-4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിഡ്രോവൽ സിൻഡ്രോം ശരീരത്തിൽ ചില പ്രത്യേകതകൾ വരുമ്പോൾ ആകെ കൂടി അസ്വസ്ഥത, വിഷാദം, ദുഃഖമായിരിക്കും പിന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കും. വീണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ കുറച്ച് ദിവസം ഉപയോഗിച്ച് 3-4-5-6 മാസം മാക്സിമം നിങ്ങൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ ഒരൊറ്റ പല്ലുണ്ടാവില്ല. പല്ല് ചോക്ക് കട്ട പോലെ പൊടിഞ്ഞു പോകും. എല്ലുകൾ ദുർബലപ്പെടും. 7-8 മാസം കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള എല്ലാ ഞരമ്പുകളും ക്ഷീണിച്ച് നമ്മൾ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകും, അഥവാ സൈക്യാട്രിക് പേഷ്യൻ്റായി മാറും. അപ്പോഴും രക്ഷയില്ല, ഇത് കഴിച്ചുകൊണ്ടിരിക്കണം. 6 മാസം കഴിഞ്ഞ് 1 വർഷം സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറും? അതൊരു മാജിക്കാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് മാജിക് കാണിക്കാൻ പക്ഷേ അതിൻ്റെ രൂപം എല്ലാ സാധനമുണ്ട്. മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക്, അഥവാ 1 വർഷം കൊണ്ട്, ഇന്ന് നമുക്കറിയാം 6 മാസം ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ. ഇന്ന് 70-75 വയസ്സ് വരെ ആയുസുണ്ട്. പക്ഷേ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരുടെ പ്രേരണ കാരണം ഇത്തരത്തിലുള്ള രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേവലം 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അങ്ങ് നേരെ കെട്ടിയെടുക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ നല്ല വലിയ നിലക്കെത്തി വലിയ ജോലി കുടുംബമൊക്കെ ആയി നടക്കേണ്ട നമ്മളെ നേരത്തെ തന്നെ കാലമൊഴിക്കയക്കുന്ന ഒരു ഉൽപ്പന്നമാണ് വലിയ വില കൊടുക്കണം. വാങ്ങി കഴിഞ്ഞ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതായി പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ചാരിത്രത്തിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ ജീവിതം ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. നമ്മുടെ ജീവിതം ഇതുപോലെയായി മാറണം. നോക്കാം.
വിഭാഗത്തിന്റെ ലോകത്തേക്കാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുചെന്നെത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, സുഹൃത്തുക്കളുടെ പ്രേരണ കാരണമാണ്, അല്ലെങ്കിൽ അയൽക്കാരുടെ പ്രേരണ, സിനിമകളിൽ മമ്മൂട്ടി, മോഹൻലാൽ, രാജേഷ് സുരേഷ്കുളൊക്കെ കഴിക്കുന്നതും ഇതൊക്കെ കണ്ട് അനുകരിച്ചുകൊണ്ടാണ് ഈ ലോകത്തേക്കുള്ള ലഹരിയുടെ ലോകം എന്ന് പറയുന്നത് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ലോകമാണ്. അതുകൊണ്ട് അവിടുത്തെ ഛാനത്തിനെ കളിക്കാൻ പറ്റും. ഈ 3 ലക്ഷക്കാരുടെയും നിങ്ങളുടെ മുന്നിൽ വെച്ച് തുല്യമാക്കുന്ന ഒരേ നീളമാക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗക്കാരായി സങ്കല്പിച്ചാൽ ഇവരെ ഒരേ നീളമാക്കുന്ന ഒരേ അവസ്ഥയിലേക്ക് എത്തുന്നു. ഒരുപാട് കുടുംബം ഇന്ന് നശിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ സംശയ രോഗത്തിന്റെ പേരിൽ മാത്രം ഇന്ന് ഒരുപാട് വിവാഹമോചനങ്ങൾ, ഡൈവേഴ്സ് നടക്കുന്നു, ആത്മഹത്യകൾ നടക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന റോഡ് അപകടങ്ങളിൽ പകുതിയിലധികവും ലഹരി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അശ്രദ്ധമായ ഡ്രൈവിംഗ് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമാണ് ഈ പൂവ്. ഇന്നലെ വരെ നിങ്ങളെ പോലെ തന്നെ കോളേജിൽ പറന്നു നടന്ന എല്ലാവർക്കും സൗരഭ്യം പകർന്ന ഒരു സൂര്യകാന്തി പൂവാണ്. ലഹരിക്ക് അടിമപ്പെട്ടതോടുകൂടി പൂ ഇതുപോലെ വാടി ഇതുപോലെയായി പോയി. ഇങ്ങനെയായി പോയി കഴിഞ്ഞാൽ മാറ്റമില്ലേ? ഉണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിമുക്തിയുടെയും ഭാഗമായി കൊണ്ട് ഒരു ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. കൽപ്പറ്റയിലുണ്ട്. ആ കൽപ്പറ്റ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഒരു മാസത്തെ ചികിത്സ ഉണ്ട്. പൂർണ്ണമായും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. നോക്കൂ, ഇയാൾ ചികിത്സ ഹാജരാക്കിയാണ്. ഫ്രീയാണ് ചികിത്സ. അങ്ങനെ ചികിത്സിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും ഉഷാറാവും. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടതോടുകൂടി ഇങ്ങനെ സമൂഹത്തിലേക്ക് മാറ്റാതെ ലഹരിക്ക് അടിമപ്പെട്ട നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരോ സുഹൃത്തുക്കളോ അയൽക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സെന്ററിൽ പോകുക. അവിടെ ഒരാഴ്ചത്തെ കിടത്തി ചികിത്സയിലൂടെ മദ്യാസക്തി മാറ്റി നിങ്ങളെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കുന്ന ചികിത്സ ഫ്രീ ആയി കിട്ടുന്ന സ്ഥലത്ത് മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രസിദ്ധമായ EMS കോളേജിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ സാറിനെ ഈ പ്രോഗ്രാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാതല പരിപാടിയാണ്. അപ്പോൾ അതിന് ഞങ്ങളോടൊപ്പം ഇവിടെയുള്ളത് എക്സൈസ് വിമുക്തിയുടെ കോർഡിനേറ്റർ ഉണ്ട്, എക്സൈസ് സബ് ഇൻസ്പെക്ടറുണ്ട്. അവരോടൊക്കെയുള്ള ആദരവ് സജിത് സാറിനുള്ള നന്ദി രേഖപ്പെടുന്നുണ്ട്. My favorite Chinese meeting, very much.
മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുമായി അണിചേരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള Chinese legal അപ്പം ഇന്ന് ഈ വിശക്കുന്ന സമയത്തും ഇവിടെ ഇരുന്ന് പ്രോഗ്രാം ആസ്വദിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി. അതുപോലെ തന്നെ മാജിക്കൽ സാഹിത്യ ഷൈബൂർ നന്ദി. എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചാണ് കയറാമെന്ന് പറഞ്ഞുള്ള മൈ ഫേവറേറ്റ് ചൈനീസ് ലീഗൽ ക്രാഷ്. പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഇതുപോലെ ഒന്നായി അണിഞ്ഞേരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിന് സ്നേഹത്തിന്